ഈ മുനമ്പത്തെ പ്രശ്നം പച്ചക്കള്ളം പറഞ്ഞ് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും. സതീശനും പിണറായി വിജയനും ഗോവിന്ദനും ഒരേ നാവാണ്. സത്യത്തിൽ വഖഫ് നിയമം വന്നതുകൂടി, നിയമ ഭേദഗതി വന്നതുകൂടി മുനമ്പംകാരുടെ പ്രശ്നം തീർന്നു എന്നതാണ് ശരി. പിന്നെ അതിന് തീർന്നു എന്ന് പറഞ്ഞാൽ ഒരു മാജിക് ബാൻഡ് കൊണ്ട് ഇങ്ങനെ മാന്ത്രിക വടി കൊണ്ട് വീശുമ്പോൾ പ്രശ്നം തീരുന്നതല്ല. അവർക്ക് ഇത് അവരുടെ സ്വത്തവകാശം വീണ്ടും പുനഃസ്ഥാപിച്ച് കിട്ടാൻ ഡ്യൂ കോഴ്സിൽ ചില കാര്യങ്ങൾ നിയമപരമായി ചെയ്യണം. നിലവിൽ നിയമപരമായി അത് നേടിയെടുക്കാനുള്ള സാഹചര്യമില്ലായിരുന്നു. നിയമപരമായി അത് നേടാം, കേസ് കൊടുക്കാം എന്ന സ്ഥിതി വന്നു. അതാണ് വഖഫ് നിയമത്തിലെ ഏറ്റവും വലിയ ഘടകം. നേരത്തെ ട്രിബ്യൂണലിൽ പോയിട്ട് ട്രിബ്യൂണലിൽ പറയുന്നത് കാത്തിരിക്കണമായിരുന്നു. ഇപ്പോൾ അത് വേണ്ട, നേരിട്ട് കോടതിയിൽ പോകാം. കോടതിയിൽ പോയാലോ അവർക്ക് അനുകൂലമായി 2A എന്നൊരു വകുപ്പ് പുതിയ ബില്ലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ട്രസ്റ്റുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്ഥാപനങ്ങൾ, ഓർഗനൈസേഷൻസ് ആവട്ടെ, സർക്കാർ അവരുമായി ബന്ധപ്പെട്ട ഭൂമിക്ക് വഖഫ് നിയമം ബാധകമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ മുനമ്പംകാരുടെ പ്രശ്നം അവിടെ തീർന്നു. ഇത് ജോഷി മയ്യാറ്റിൽ അച്ഛൻ എന്ന് പറയുന്ന അഭിവന്ദ്യനായ വൈദികൻ തന്നെ വഖഫ് നിയമത്തിൻ്റെ ഭീകരതയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള അച്ഛൻ അദ്ദേഹമാണ്. അദ്ദേഹം കൃത്യമായി ഈ മുനമ്പത്തുകാരെ മുഴുവൻ പഠിപ്പിച്ചിട്ടുണ്ട്. അച്ഛനും പറയുന്നുണ്ട്. എന്നിട്ടാണ് സതീശനും ഗോവിന്ദനും കൂടെ കേന്ദ്രം പറ്റിച്ചു, കിരൺ റിജിജു പറ്റിച്ചു, മോദി പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇതിനെ വഴി തിരിച്ചു വിടാൻ ശ്രമിക്കും. അതിൽ ആ 2A ഈ നിയമം ഉള്ളതിന് മുമ്പും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ലേ മുൻകാല പ്രാബല്യം എന്ന് പറയുന്നത്. അല്ല, നിയമത്തിന് മൊത്തത്തിൽ മുൻകാല പ്രാബല്യം എന്ന് എഴുതി വെക്കണ്ട. ആ സെക്ഷനിൽ പറയുന്നുണ്ട്. ഇത് എല്ലാവർക്കും അറിയാം. അത് മറച്ചു വെച്ച് പറ്റിക്കുകയാണ്. അപ്പോൾ ഇന്നലെ എനിക്ക് തോന്നുന്നത് കിരൺ റിജിജു പറഞ്ഞൊരു കാര്യമുണ്ട്. നിയമം വന്നാൽ മാത്രം നടപ്പാക്കാൻ പറ്റില്ല. നിയമം നടപ്പാക്കാൻ റൂൾസ് ഉണ്ടാക്കണം, ചട്ടങ്ങൾ ഉണ്ടാക്കണം. ചട്ടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾ കേരള സർക്കാരിന് ഡയറക്ഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. കേരള സർക്കാരിന് അപേക്ഷിക്കുന്നില്ല. ഡയറക്ഷൻ കൊടുക്കാൻ പറ്റുന്നത് അതിനുള്ള അധികാരം ഈ നിയമപ്രകാരം കേന്ദ്രത്തിന് ഉണ്ടാവുമ്പോഴാണ്. പിന്നെ ഈ സാധാരണ രാഷ്ട്രീയ നേതാക്കളെ പോലെ അല്ല റിജിജു. ഞാൻ മുനമ്പത്തെ പ്രസംഗം ഞാൻ കേട്ടു, TV ചാനലിൽ കണ്ടു. അദ്ദേഹം ഐ ആം കമ്മിറ്റഡ് അവരുടെ മുമ്പിൽ പറഞ്ഞു. ഇത് കൂടുതൽ ഒരാൾ പറയേണ്ടതാണ്. അതെ, നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു, ഉറപ്പ് കൊടുത്തു. അതെ, ആ ഉറപ്പ് കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ നിയമ ഭേദഗതിയിലൂടെ വന്നു കഴിഞ്ഞു എന്ന് പറയും. എന്നിട്ടും കുറെ കത്തനാരന്മാർ, കുഞ്ഞാലിക്കുട്ടി, മലയാള മനോരമ, അതൊക്കെ മലയാള മനോരമ ഇന്ന് കാണിച്ചിരിക്കുന്നത് മാധ്യമ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. ഒന്നാമത്തെ പേജിൽ അങ്ങനെ കൊടുത്തു, ഒന്നാമത്തെ പേജിൽ ഇങ്ങനെ പറഞ്ഞു, പക്ഷെ അകത്തെ പേജിൽ വസ്തുതയൊക്കെ ഉണ്ട്. അതാണ് വസ്തുതയൊക്കെ അത് വായിച്ചാൽ മതി. ഇരട്ടത്താപ്പ്. ഒന്നാമത്തെ പേജ് ആരോ അത് PR വർക്കാണ്, കാശ് മേടിച്ചെഴുതിയത് പോലെയുള്ള ഒരു PR വർക്ക്. ഇങ്ങനെ ലജ്ജാകരമായ നിലപാടാണ് എടുക്കുന്നത്. അതിനിപ്പോൾ BJPക്ക് കൗണ്ടർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത് മുനമ്പംകാർക്ക് മനസ്സിലാവുമല്ലോ, ഇവരുടെ ഭൂമിയുടെ അവകാശം സ്ഥാപിച്ച് കിട്ടുമ്പോൾ അവർക്ക് മനസ്സിലാവും. പിന്നെ ഈ പറഞ്ഞതുപോലെ അത് നിയമം മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആവത്തില്ല. അതിന് ലീഗൽ ഇതിന്റെ അകത്ത് റിജിജു പറഞ്ഞത് വളരെ ഋജുവാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോടതിയിൽ ഇത് സംബന്ധിച്ചൊരു കേസ് നടക്കുന്നുണ്ടല്ലോ. അതെ, ആ കേസ് ഏത് ലോകത്ത് എവിടെയാണെങ്കിലും ഒരു ബില്ല് വന്നതുകൊണ്ട് കോടതി അത് ഉടനെ എടുത്ത് കളയുന്നില്ല. അത് ആ പ്രക്രിയ അത് തുടർന്നുകൊണ്ടിരിക്കും. അതെ, പുതിയ നിയമം വന്നപ്പോൾ ആ നിയമം വെച്ചിട്ടാണ് കാര്യങ്ങൾ നോക്കുന്നത്. പുതിയ നിയമം വെച്ച് ട്രിബ്യൂണലിന് ഇതിന്റെ അകത്ത് വലിയ റോളില്ല. പുതിയ നിയമം വെച്ച് റിജിജു പറഞ്ഞു ഇനി കളക്ടർ തീരുമാനിക്കും ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അല്ല, നിലവിലുള്ള കേസുകളിൽ പുതിയ നിയമം വെച്ചിട്ട് ഇത് ഞങ്ങൾക്ക് ഇത് ബാധകമല്ലെന്ന് മുൻപത്തുകാർ പറയണം. അതെ, അങ്ങനെയാണ്. അങ്ങനെ ചെയ്താലേ കേസ് വരുള്ളൂ. അല്ല, നിയമം മാറി എന്ന് പറഞ്ഞ് കോടതിയിലെ കേസ് ഇല്ലാണ്ടാവത്തില്ല. ഇല്ല, തന്നെ അത് ഇല്ലാതാവില്ല. അദ്ദേഹം ഉദ്ദേശിച്ചത് അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് ഈ പത്രങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല, പക്ഷെ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കുക. എന്തായാലും അതിനുള്ള മറുക്രിയ എന്ന നിലയിൽ BJP പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യം, മുനമ്പത്ത് സമരം ചെയ്യുന്നവരെ മോദി നേരിട്ട് കാണും. ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് കണ്ട് അവർക്ക് ഉറപ്പ് കൊടുക്കാൻ പോവാണ്. ഉറപ്പ് ഇപ്പോഴേ ഉണ്ട്, ഉറപ്പാണ്. അത് കരിങ്കല്ല് പോലത്തെ ഉറപ്പാണ്. പക്ഷെ മോദി നേരിട്ട് കാണാൻ പോകും. അതെ, മോദി കാണുന്നത് 15 പേരെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സമയമൊക്കെ തീരുമാനിക്കാൻ പോവാണ്. 15 പേരുമായി മോദി ചർച്ച ചെയ്യുമ്പോൾ വഖഫ് നിയമം എങ്ങനെയാണ് ഇവരുടെ പ്രശ്നം പരിഹരിക്കുക എന്ന് ഇവരോട് അദ്ദേഹം വിവരിക്കും എന്നാണ് പറയുന്നത്. റിജിജു ഇത് പറഞ്ഞിരുന്നതാണ്. ഇവിടെ വന്നിട്ട് തന്നെ 2013 കോൺഗ്രസ് കൊണ്ടുവന്ന ഭേദഗതി, 1995 ഭീകരമായ നരസിംഹറാവുവിൻ്റെ കാലത്തെ ഭേദഗതിയും ഇതെങ്ങനെയാണ് ഇവരെ വഞ്ചിച്ചത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു.
ഈ മറ്റു പാർട്ടികൾ എങ്ങനെയാണ് ഇതിനെ വാസ്തവവിരുദ്ധമായി ചിത്രീകരിക്കുന്നത് എന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ കുഴപ്പം ഇന്നലെ റിജിജുവിൻ്റെ പത്രസമ്മേളനത്തിന് കാത്തിരിക്കുകയായിരുന്നു ഇതിനെ വളച്ചൊടിക്കാൻ. 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ പരിഹരിക്കുന്നു കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നു. സതീശൻ പറഞ്ഞു 10 മിനിറ്റ് കൊണ്ട്. എന്ത് 10 മിനിറ്റ്? അവിടെ നിന്ന് പോയിട്ട് പോലുമില്ല. അപ്പം രാജീവ് ചന്ദ്രശേഖർ ഉടനെ മുൻകൈ എടുത്തിട്ട് ഇത് മോദിയുടെ ഓഫീസിൽ അറിയിച്ചിട്ടാണ് മോദി കാണാം എന്ന് സമ്മതിച്ചതായിട്ട് മനസ്സിലാക്കുന്നത്. ഈ BJPയെ സംബന്ധിച്ചിടത്തോളം മുനമ്പത്തൊരു കുട്ടിക്ക് പോലും ഇത് സംഗതി പരിഹാരത്തിലേക്കുള്ള വഴിയാണ് തുറന്നു കിട്ടിയിരിക്കുന്നതെന്ന് അറിയാം. 3 ആഴ്ചയ്ക്കുള്ളിൽ ചട്ടങ്ങൾ വരും. ആ ചട്ടങ്ങളിൽ ഇതിന് കൂടുതൽ വ്യക്തതയും വരും. അല്ല, ഒരു നിയമം ഉണ്ടാക്കിയാൽ നിയമം നടപ്പാക്കാൻ ചട്ടം, ആക്റ്റും റൂളും വേണം. റൂള് വേണം. റൂളില്ലാതെ നടപ്പാക്കാൻ പറ്റില്ല. അതെ. അപ്പൊ ആ റൂള് വരാൻ പോകുന്നേ ഉള്ളൂ. അതിനു മുമ്പാണ് ആ റൂളും കൂടിയൊക്കെ കണ്ടിട്ട് ഈ നിലവിളിച്ചാൽ മതിയായിരുന്നു ഈ കുഞ്ഞാലിക്കുട്ടി. അതെ അതെ. അല്ല, കുഞ്ഞാലിക്കുട്ടി നിലവിളിക്കുകയല്ല, കുഞ്ഞാലിക്കുട്ടി സന്തോഷിക്കുകയാണ്. ഇത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ഒരു അവസരം കിട്ടിയല്ലോ. കുത്തിത്തിരിപ്പ് അത് ഉടനെ തന്നെ ചെയ്യുകയും ചെയ്തു. ആ നിമിഷം തന്നെ ചെയ്തു, കാത്തിരുന്ന് ചെയ്തു. PR വർക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നത്തക്ക വിധത്തിൽ അപ്പം തന്നെ മാധ്യമപ്രവർത്തകർ കാണുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ പുതുക്കിയ നിയമത്തിൽ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ട്രസ്റ്റുകൾ, സ്ഥാപനങ്ങൾ, അന്യമതസ്ഥർ അവരുടെയൊക്കെ വഖഫ് അസാധുവാണ്. ഇതാണല്ലോ, ക്ലീനാണ്. അതെ. അതിന് ഈ നിയമം വരുന്നതിന് മുമ്പും വന്ന ശേഷവും ഒക്കെ അത് ബാധകമായിരിക്കും എന്നൊരു വാചകം അതിനകത്തുണ്ട്. പിന്നെ തർക്കത്തിനും സംശയത്തിനും ഒരു കാര്യമില്ല. ഇതിൽ ഫറൂഖ് കോളേജ് എന്ന് പറയുന്നത് ട്രസ്റ്റാണ് അത് അവർ ചെയ്തത്. അപ്പോൾ മുൻകാല പ്രാബല്യത്തോടു കൂടി തന്നെ ആ അവകാശം റദ്ദാക്കപ്പെടുകയാണ്. ഈ വഖഫ് എന്നുള്ളത് റദ്ദാക്കപ്പെടുന്നു. പിന്നെ ഈ ട്രിബ്യൂണൽ വിധികൾ അതിന് ചോദ്യം ചെയ്യാം. അതെ, അപ്പീൽ കൊടുക്കാം. ആ സാധാരണ കോടതികളിൽ അപ്പീൽ കൊടുക്കാൻ നേരത്തെ ട്രിബ്യൂണലിന്റെ മുമ്പിൽ മാത്രമേ ചെയ്യാമായിരുന്നു. അപ്പീൽ കൊടുക്കാൻ വകുപ്പില്ലായിരുന്നു. ട്രിബ്യൂണൽ പറയുന്നത് മേടിച്ച് കെട്ടി വീട്ടിലിരുന്നോണം. അല്ല, വീട്ടിലിരിക്കില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം. വഖഫ് ട്രിബ്യൂണൽ ആയതുകൊണ്ട് മിക്കവാറും വഖഫ് ബോർഡിന് അനുകൂലമായിട്ട് തന്നെയാണ് വിധിച്ചുകൊണ്ടിരുന്നതും. അപ്പൊ ഇനി അങ്ങനെ ചെയ്യാം. അത്രയും ഒക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള വാസ്തവം റിജിജു പറഞ്ഞു. ഇനി ചട്ടം വരാനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് മുമ്പാണ് ഈ മാധ്യമങ്ങളും ഈ UDF-ഉം ഇസ്ലാമിസ്റ്റുകളും മാർക്സിസ്റ്റുകളും ചേർന്ന് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ 2 കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. വിധികൾ, മുമ്പത്തെ വിധികൾ, കോടതിയിൽ കിടക്കുന്ന വ്യവഹാരങ്ങൾ, അതിൽ ഇനി നേരിട്ട് കക്ഷി ചേർന്ന് വിജയിക്കാനുള്ളൊരു സംഭവം വന്നിരിക്കുന്നു. അതാണ് പറഞ്ഞത്. അത് 3 ആഴ്ചക്കുള്ളിൽ വിജ്ഞാപനം വന്നു കഴിയുമ്പോൾ പിന്നെ റവന്യൂ രേഖകളിൽ എന്തെങ്കിലും തിരുത്തു വേണമെന്നുണ്ടെങ്കിൽ അതും നടക്കും. അത് സംസ്ഥാന സർക്കാരാണ് ചെയ്യേണ്ടത്. അത് സർക്കാർ അതാണ് നിർദ്ദേശം കൊടുക്കും എന്ന് പറഞ്ഞു. അതെ, അത് ഒരു കാര്യം ഉറപ്പാണ്. അവരിട്ട് വലയ്ക്കും. സംസ്ഥാന സർക്കാർ ഇടതുപക്ഷമാണെങ്കിലും UDF ആണെങ്കിലും രാഷ്ട്രീയമാണ്. അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് BJPയുടെ നിയമം കൊണ്ട് കിട്ടണ്ട, അതിനും അവർ ചിലപ്പോൾ കോടതി പോകേണ്ടി വരും. അതിനും വേണ്ടി വരും. അതുകൊണ്ട് റിജിജു പറഞ്ഞത് നിങ്ങളുടെ ഫൈറ്റ് ഇതോടുകൂടി തീരുന്നില്ല എന്നതാണല്ലോ. നിങ്ങളെ ദ്രോഹിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇതിനുള്ള, പക്ഷേ ആ പോരാട്ടത്തിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒന്ന് മാത്രമല്ല, പ്രതിബദ്ധതയുണ്ട്. പോരാട്ടം ഇപ്പോൾ ആരംഭിച്ചു. സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ് ഈ നിയമം തന്നെ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട്. അതെ, അങ്ങനെ വന്നിട്ടുണ്ട്. എല്ലാവരും പോയി കക്ഷി ചേർന്നിട്ടും ഒക്കെ ഉണ്ട്. മറ്റേ അത് എടുത്തിരിക്കുകയാണ്, അതിൻ്റെ സംഗതികളും ഒക്കെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ മോദി വിശദീകരിക്കട്ടെ. അല്ല, മോദി ഇത് വിശദീകരിച്ചാൽ ഈ പ്രശ്നം തരുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് തോന്നുന്നത് നിയമം അറിയാവുന്നവർക്ക്, വസ്തുതകൾ അറിയാവുന്നവർക്ക് കാര്യം ബോധ്യപ്പെട്ടു. മോദി സത്യത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതെ, നേരിട്ട് പറഞ്ഞു. ഇപ്പോൾ വഖഫ് എന്ന് പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഭൂമി പിടിച്ചെടുക്കും, നിങ്ങളുടെ സ്വത്ത് പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞത് വഖഫിനെ കുറിച്ച് തന്നെയായിരുന്നു. അത് തന്നെയാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ആ വിഷുവിൻ്റെ അന്ന് മറ്റേ ഹരിയാനയിൽ മറ്റേ ഈ മുസ്ലിം സംവരണത്തിനെ പറ്റി, OBC സംവരണം മറ്റേ തട്ടിയെടുക്കുന്നതിനെ പറ്റി, അങ്ങനത്തെ ഒരു തട്ടിയെടുക്കൽ ഇപ്പൊ കർണാടകയിലും നടന്നു വരുന്നുണ്ട്. 8% സംവരണം മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നുണ്ട്. മതസംവരണം എന്ന് പറഞ്ഞൊരു സംഭവം ഭരണഘടനയിലില്ല. അപ്പൊ അത് വീണ്ടും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത് ഈ സത്യം വിളിച്ചു പറയുമ്പോൾ അദ്ദേഹം ഫാഷിസ്റ്റും മറ്റു പലതുമായി. എന്തായാലും അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരാൾക്കൊരു ഷൂ അല്ലേ
ഷൂ ധരിക്കാൻ സഹായിക്കുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു. ഹരിയാനയിൽ ഒരാൾ ഇദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് ഞാനിനി ചെരുപ്പിടും എന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ യമുന നഗറിലെ ഒരു പദ്ധതി താപ വൈദ്യുത നിലയത്തിന് തറക്കല്ലിടാൻ ചെന്നപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞു ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൈസിലുള്ള ഷൂ കൊണ്ടുവന്നിരുന്നു. മോദി അവിടെ ഇരുന്നിട്ട് ഈ ഷൂ ഇട്ടു കൊടുക്കുന്ന ചിത്രം നമുക്ക് കാണാം, വീഡിയോയും കാണാം. അങ്ങനെയാണ് അദ്ദേഹം സാധാരണക്കാരുമായിട്ട് ബന്ധപ്പെടുന്നത്. അദ്ദേഹമാണ് ഈ വർഗീയവാദി എന്നും ഫാസിസ്റ്റ് എന്നും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് അറിഞ്ഞപാടെ മുനമ്പത്തെ ആളുകളെ വിളിച്ച് കാണുന്നുണ്ടല്ലോ, ഉറപ്പ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതാണ്. അതെ അതെ, അതിപ്പോൾ ഈ ഇടതുപക്ഷക്കാരും സതീശനും ടീമും ഒക്കെ കുറേ ബഹളം വെക്കും. മുനമ്പത്ത് കാലത്ത് എന്തൊക്കെയാലും ഇത് അനുഭവിച്ചറിയാനുള്ള യോഗമുണ്ട്. അതെ, അപ്പോൾ പിന്നെ എന്ത് പറയും? അതെ, അനുഭവ യോഗമാണ് ഏറ്റവും വലിയ യോഗം. അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.